ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് തലൈവർ തമ്പി തലൈമൽ എന്ന തമിഴ് മൂവിയാണ്. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് മാനസിക പ്രശ്നങ്ങളുള്ള ഒരു യുവാവ് തന്റെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ കയറി ആ വീടിന് തീയിടാൻ ശ്രമിക്കുന്നതാണ്. നാട്ടുകാരെല്ലാം അവനെ പിടിക്കാൻ ഓടിക്കൂടിയിട്ടുണ്ട്. ആ ഗ്രാമത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു നമ്മുടെ നായകനായ ജീവാനന്ദൻ. ജീവ എന്നാണ് എല്ലാവരും അവനെ വിളിക്കുന്നത്. ജീവ വന്ന് ആ പയ്യനോട് സംസാരിക്കുന്നു. ആ പയ്യൻ പറയുന്നുണ്ട്, ഈ നാട്ടിലുള്ള എല്ലാവരും എന്നെ ഭ്രാന്തനെന്നാ വിളിക്കുന്നത്. എനിക്ക് ശരിക്കും ഭ്രാന്തൊന്നുമില്ല, ഞാൻ നോർമലാണ്. ശരിക്കും അവന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവനോട് അവന് ഭ്രാന്തിലാന്ന് സമ്മതിച്ചെങ്കിൽ മാത്രമേ അവൻ പ്രശ്നം ഉണ്ടാക്കാതെ പുറത്തിറങ്ങൂ. ജീവ അവന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിട്ട് ഓരോന്നും സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബാക്കിലൂടെ പോയി ആൾക്കാര് അവനെ കൈയോടെ പിടികൂടി. ജീവയുടെ ഓപ്പോസിറ്റ് പാർട്ടിക്കാരനായിരുന്നു മൂർത്തി എന്ന് പറയുന്ന ഇയാൾ. വരാൻ പോകുന്ന ഇലക്ഷനിൽ എങ്ങനെയെങ്കിലും തനിക്ക് ജയിക്കണമെന്നായിരുന്നു മൂർത്തിയുടെ മനസ്സിൽ. അതിനു വേണ്ടിയിട്ട് ജനങ്ങളെ കൈയെടുക്കാൻ അയാളെ കൊണ്ടാകുന്ന രീതിയിൽ അയാൾ ശ്രമിക്കുന്നുണ്ട്. അന്ന് ആ ഗ്രാമത്തിലെ ഇളവരസു എന്ന് പറയുന്ന ആളുടെ മകളുടെ കല്യാണമാണ്. ഇളവരസുവിന്റെ മകനെ വഴിയിൽ വെച്ച് കണ്ടതും ഇവ അവനോട് വണ്ടിയിലേക്ക് കയറാൻ പറയുന്നു. ഇളവരസുവിന്റെ അയൽക്കാരനായിരുന്നു മണി. മണിയുടെ മകനും ആ കൂട്ടത്തിലുണ്ട്. ഈ രണ്ടു പയ്യന്മാരും ഉറ്റ സുഹൃത്തുക്കളാണ്. പക്ഷെ ഇവർ രണ്ടുപേരുടെ അച്ഛന്മാര് തമ്മിൽ വലിയ വഴക്കായിരുന്നു. അതുകൊണ്ട് തന്നെ മണി ഇളവരസു അറിയാതെയായിരുന്നു അവരുടെ രണ്ടു മക്കളും ഒരുമിച്ച് പുറത്ത് കറങ്ങാൻ പോയിക്കൊണ്ടിരുന്നത്. വീടിന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടുപേരും പരസ്പരം ദേഷ്യമുള്ള ആൾക്കാരെ പോലെ അവരവരുടെ വീട്ടിലേക്ക് പോകും. ഇളവരസുവിന്റെ മകൾ സൗമ്യ ജീവയുടെയും ഫ്രണ്ടായിരുന്നു. അവളുടെ കല്യാണം മുന്നിൽ നിന്ന് നടത്തേണ്ടത് പ്രസിഡന്റായ ജീവയുടെ കൂടെ ഉത്തരവാദിത്തമാണ്. ഈ രണ്ടു വീടിന്റെ നടുവില് ബാക്കിലായിട്ട് ഒരു വലിയ വാട്ടർ ടാങ്ക് ഉണ്ട്. കല്യാണാവശ്യത്തിന് മറ്റുമായിട്ട് കുറച്ചധികം വെള്ളം ആ വീട്ടിലേക്ക് സപ്ലൈ ചെയ്യണമെന്ന് ആ വാട്ടർ ടാങ്കിന്റെ കാവൽക്കാരന്റെ അടുത്ത് ജീവ പോയി പറയുന്നു. അതേസമയം ഇളവരസു ആകട്ടെ വീടിന്റെ അടുത്ത് നിന്ന് പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരുന്ന ഒരാളുടെ അടുത്ത് പോയി പറയുന്നുണ്ട്, പാത്രം കഴുകിയ വെള്ളം മണിയുടെ വീട്ടിലേക്ക് ഒരു കാരണവശാലും ഒലിച്ചു പോകാൻ പാടില്ലെന്ന്. ഈ രണ്ട് വീടുകളെയും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടിയിട്ട് നടുക്കായിട്ട് കുറെ ചെമ്പരത്തി ചെടികൾ നട്ടുവെച്ചിട്ടുണ്ടായിരുന്നു. ചെമ്പരത്തിക്ക് അപ്പുറത്തേക്ക് ഒരു കാരണവശാലും വെള്ളം പോകരുത്, അല്ലെങ്കിൽ അവൻ വഴക്കിന് വരും. അത്രയും പറഞ്ഞിട്ട് ഇളവരസു പോയി. അതേസമയം നമ്മളെ മണിയെ കാണിക്കുന്നു. മണി തന്റെ അവശനിലയിൽ കിടക്കുന്ന അച്ഛനെ ശുശ്രൂഷിക്കുകയായിരുന്നു. ചെല്ലപ്പൻ എന്നാണ് അയാളുടെ പേര്. ഇളവരസുവിന്റെ മകളുടെ കല്യാണം നടക്കുന്ന കാരണം മണിക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അയാൾക്കും പൂർണ്ണി എന്ന് പറയുന്നൊരു മകളുണ്ടായിരുന്നു. എന്നാൽ അയാളുടെ മകൾ മരിച്ചുപോയി. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇളവരസുമായിട്ട് മണി എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അതൊക്കെ വഴിയെ നമുക്ക് മനസ്സിലാകും. അച്ഛന് മരുന്നൊഴിച്ചു കൊടുത്തിട്ട് മണി അവിടെ നിന്നും പോയെങ്കിലും ചെല്ലപ്പനാകട്ടെ ആ മരുന്ന് കഴിക്കുന്നതിന് പകരം ബെഡിന്റെ അടിയിൽ വെച്ചിരുന്ന മദ്യക്കുപ്പി എടുത്ത് അതിൽ നിന്നും മദ്യം ഒഴിച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് കല്യാണപ്പെണ്ണ് സൗമ്യ. അവളെ കെട്ടാൻ പോകുന്ന ചെറുക്കന്റെ പേര് കന്നിയപ്പൻ എന്നായിരുന്നു. കന്നി അവന്റെ വീട്ടുകാരും സൗമ്യയുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പിറ്റേന്ന് രാവിലെ സൗമ്യയുടെ വീട്ടിൽ വെച്ചാണ് ഇവരുടെ വിവാഹം. വരുന്ന വഴിയിലെല്ലാം ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തി കന്നി അങ്ങോട്ട് സൗമ്യയെ വിളിച്ചുകൊണ്ടിരിക്കും. വൈകുന്നേരത്തെ ഫംഗ്ഷന് വേണ്ടിയിട്ട് അവള് മേക്കപ്പ് ഇടാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബ്യൂട്ടി പാർലറിലേക്ക് പോവുകയായിരുന്നു. ആ സമയം വഴിയിൽ വെച്ച് ഒരു പയ്യനാകട്ടെ അവളോട് വന്ന് സംസാരിക്കുന്നുണ്ട്. ആ പയ്യന് കുറെ കാലമായിട്ട് സൗമ്യ ഇഷ്ടമാണ്. അവളെ വൺ സൈഡായിട്ട് ലവ് ചെയ്യുകയാണ്. എന്നാൽ അവളാകട്ടെ അവനെ മൈൻഡ് ചെയ്തിട്ട് പോലും ഉണ്ടായിരുന്നില്ല. നാളെയാണ് കല്യാണം, ഇനിയും നിനക്ക് സമയമുണ്ട്, നിനക്ക് ഓക്കെ ആണെങ്കിൽ നീ എന്റെ കൂടെ ഇറങ്ങി വാന്നൊക്കെ അവൻ പറയുന്നു. എന്നാൽ സൗമ്യ കുറെ വഴക്ക് പറഞ്ഞ് അവനെ അവിടെ ഒന്ന് ഓടിച്ചു. അങ്ങനെ സൗമ്യ മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം വീട്ടിലെത്തി റെഡിയാവുകയായിരുന്നു. അവൾക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് ജീവ കൈയോടെ അവളുടെ കയ്യിൽ കൊടുക്കുന്നു. ഫംഗ്ഷൻ ആരംഭിച്ചു. അവിടെ ഡാൻസും പാട്ടും എല്ലാം തുടങ്ങി. ഇവിടെ മകനാകട്ടെ അങ്ങോട്ട് പോകണമെന്നുണ്ട്. എന്നാൽ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവന് വഴക്ക് കിട്ടും. അതുകൊണ്ട് അമ്മയോട് മാത്രം പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നും അച്ഛൻ കാണാതെ ബാക്കിയുള്ള തന്റെ ഫ്രണ്ട്സ് എല്ലാം മദ്യപിക്കുന്നിടത്തേക്ക് പോകുന്നു. മണിയുടെയും ഇളവരസുവിന്റെയും ഭാര്യമാർക്ക് തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവരിപ്പോഴും ഇവർ രണ്ടുപേരും കാണാതെ സംസാരിക്കാറുണ്ട്. പാട്ടും ബഹളവും ഡാൻസും എല്ലാം കണ്ടിട്ട് ഈ ചെല്ലപ്പനാകട്ടെ പതിയെ എഴുന്നേറ്റ് അങ്ങോട്ടേക്കൊന്ന് നോക്കി. കുറച്ചു കഴിഞ്ഞപ്പോഴേക്ക് അയാൾ അങ്ങ് തളർന്ന ബെഡിലേക്ക് വീഴുകയും ചെയ്തു. മണി വന്ന് നോക്കുമ്പോ കാണുന്നത് മരിച്ചു കിടക്കുന്ന ചെല്ലപ്പനെയാണ്. ഇളവരസുവിന്റെ വീട്ടിൽ കല്യാണം നടക്കാൻ പോകുമ്പോ തന്നെ മണിയുടെ അച്ഛൻ മരിച്ചിരിക്കുന്നു. ഈ വിവരം പെട്ടെന്ന് തന്നെ മണി ജീവയെ അറിയിച്ചു. ജീവ ആകെ ധർമ്മസങ്കടത്തിലായി. എന്ത് ചെയ്യണമെന്നറിയാതെ. ഇവിടെ മരണം നടന്നതുകൊണ്ട് തന്നെ ഇനിയിപ്പോ കല്യാണ വീട്ടില് പാട്ടും ബഹളമൊന്നും പറ്റില്ല. അതുകൊണ്ട് പെട്ടെന്ന് ജീവ അവിടെ പോയി പാട്ടെല്ലാം തന്നെ ഓഫാക്കിയിട്ട് ഇളവരസുവിനോട് കാര്യം പറയുന്നു. എന്നാൽ ഇളവരസു പറയുന്നുണ്ട്, ഇത് മിക്കവാറും മണി മനഃപൂർവ്വം ചെയ്തതാണെന്ന്. തന്റെ മകളുടെ കല്യാണം നല്ല രീതിയിൽ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് സമയത്ത് അവൻ അവന്റെ അച്ഛനെ കൊന്നതായിരിക്കും. എന്നാൽ അങ്ങനെയൊന്നും അല്ലെന്നും അയാൾ ഓൾറെഡി സുഖമില്ലാതെ കിടന്നതല്ലേ, അങ്ങനെ മരിച്ചതാണെന്നും ജീവ പറയുന്നു. മനഃപൂർവ്വം ഒരിക്കലും മണി തന്റെ അച്ഛനെ കൊല്ലില്ല. മരണവിവരം മണിയുടെ മകനെ അറിയിക്കണം. അവനെ ഫോൺ ചെയ്തപ്പോഴാകട്ടെ ഫോൺ എടുക്കുന്നത് ഇളവരസുവിന്റെ മകനും. മണിയുടെ മോൻ എന്തെന്ന് ചോദിക്കുമ്പോൾ അവനാകട്ടെ അവിടെ മദ്യപിച്ച് ഡാൻസ് കളിച്ചുകൊണ്ട് നിൽക്കുകയാണെന്ന് പറയുന്നു. ജീവ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഇളവരസുവിന്റെ മകനോട് പറഞ്ഞു. ആ വിവരം അറിഞ്ഞ് അവനും ഒന്ന് ഷോക്കായി. പെട്ടെന്ന് തന്നെ മണിയുടെ മകന്റെ തല്ലിൽ കുറെ വെള്ളമൊക്കെ കോരി ഒഴിച്ച് അത്യാവശ്യം നടക്കാൻ പാകത്തിനാക്കി അവനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ചെല്ലപ്പന്റെ മരണവിവരം കുറച്ച് നിമിഷം കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അറിഞ്ഞു. സംസ്കാര ചടങ്ങുകളെ പറ്റി ജീവ മണിയോട് സംസാരിച്ചപ്പോൾ മണി പറയുന്നത് തന്റെ അച്ഛന്റെ സംസ്കാര ചടങ്ങ് ഗ്രാൻഡ് ആയിട്ട് നടത്തണമെന്നും ഇവിടെ നിന്ന് വലിയ ആഘോഷത്തോടു കൂടി ബോഡി എടുത്തുകൊണ്ട് പോകണമെന്നുമായിരുന്നു. അതും പിറ്റേന്ന് രാവിലെ 10:30 മണിക്ക് തന്നെ. ഇത് കേട്ടതും ജീവ ഒന്ന് ഞെട്ടി. കാരണം അതേ 10:30 മണിക്കാണ് അവിടെ സൗമ്യയുടെ വിവാഹവും നടക്കേണ്ടത്. എന്നാൽ 10:30 മണിക്ക് ബോഡി എടുക്കണ്ട, ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ബോഡി എടുക്കാം, അത് കഴിഞ്ഞ് സംസ്കാര ചടങ്ങുകൾ നടത്താമെന്ന് ജീവ പറഞ്ഞെങ്കിലും മണിക്ക് വാശിയായിരുന്നു. 10:30 മണിക്ക് തന്നെ ഞാൻ എന്റെ അച്ഛന്റെ ബോഡി എടുക്കുമെന്ന്. മനഃപൂർവ്വം ഇളവരസുവിന്റെ മകളുടെ കല്യാണത്തിന്റെ സമയത്ത് ബോഡി എടുക്കാൻ ഇയാൾ നിർബന്ധം പിടിക്കുകയാണെന്ന് ജീവയ്ക്ക് മനസ്സിലായി. ഇവർ
തമ്മിൽ ഈ സംസാരിക്കുന്നതെല്ലാം തന്നെ മൂർത്തിയുടെ ആൾക്കാർ കേൾക്കുന്നു. ജീവ ഈ പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നായിരുന്നു എല്ലാവരുടെയും ചിന്ത. ജീവ പ്രശ്നങ്ങൾ നന്നായിട്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ആ ഗ്യാപ്പിൽ കയറി മൂർത്തിക്ക് എങ്ങനെയെങ്കിലും ആൾക്കാരുടെ ഇടയിൽ സ്റ്റാർ ആകണം. അതിനു വേണ്ടിയിട്ടുള്ള കാര്യമായ പരിശ്രമം മൂർത്തിയും ചെയ്യുന്നുണ്ടായിരുന്നു. അതേസമയം കല്യാണത്തിന് വന്ന ആൾക്കാരാകട്ടെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നതുകൊണ്ട് തലയിലെ മുല്ലപ്പൂവും മാറ്റി നെറ്റിയിലെ പൊട്ടുമൊക്കെ മായ്ച്ചു കളഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് തൊട്ടടുത്തുള്ള മണിയുടെ വീട്ടിൽ പോയി അവിടുത്തെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഇളവരസുവിനോട് പോയി മണി പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞതോടുകൂടി ഇളവരസു പറയുന്നുണ്ട്, എന്തൊക്കെ വന്നാലും ശരി 10:30 മണിക്ക് എന്റെ മകളുടെ കല്യാണം ഈ വീട്ടിൽ വെച്ച് തന്നെ നടത്തണമെന്ന്. ഏതെങ്കിലും ഹാളിൽ വെച്ച് കല്യാണം നടത്താമെന്ന് ജീവ പറഞ്ഞെങ്കിലും അയാൾ കേൾക്കുന്നില്ല. ഇന്നേ വരെ കുടുംബത്തെ എല്ലാ കല്യാണങ്ങളും വീട്ടിൽ വെച്ചാണ് നടന്നിരിക്കുന്നത്. എന്റെ മകളുടെ കല്യാണവും ഈ വീടിന്റെ മുറ്റത്തുള്ള പന്തൽ വെച്ച് തന്നെ നടക്കണം. നീ ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കണമെന്ന് ഇളവരസു ജീവയോട് പറയുന്നു. ജീവ ശരിക്കും ധർമ്മസങ്കടത്തിലായി. മണിയുടെ കൂടെയും ഇളവരസുവിന്റെ കൂടെയും ജീവിക്ക് നിന്നെങ്കിലേ പറ്റൂ. ഇതിപ്പോ രണ്ടുപേരും ഒരേ സമയം തന്നെ ചടങ്ങുകൾ നടത്തണമെന്നും പറയുന്നു. പെൺകുട്ടിയുടെ വിവാഹം നടക്കുന്ന സമയത്ത് തന്നെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ശവം എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ ആ കരച്ചിലും നിലവിളിയെല്ലാം തന്നെ ഈ പെൺകുട്ടിയുടെ വിവാഹം നടക്കുന്ന സമയത്തായിരിക്കും കേൾക്കുന്നത്. അത് ബുദ്ധിമുട്ടാകുമെന്ന് ജീവിക്കും അറിയാം. ഇവിടെ ഈ പ്രശ്നങ്ങളൊന്നും നടക്കുന്നത് അറിയാതെ സോമയെ കെട്ടാൻ പോകുന്ന ചെറുക്കനായ കന്യപ്പനും കുടുംബവും ആ നാട്ടിലുള്ള ഒരു ലോഡ്ജിൽ റൂം എടുത്തിട്ടുണ്ട്. ജീവ ഒന്നുകൂടി മണിയോട് പോയി സംസാരിക്കുന്നു. നിങ്ങളുടെ അച്ഛനെ കാണാൻ ഒരുപാട് ആൾക്കാരൊക്കെ വരില്ലേ? അപ്പൊ എല്ലാവർക്കും വന്ന് കാണാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണ്ടേ? നേരത്തെ ബോഡി എടുത്തു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ എത്തുന്നതിന് മുമ്പ് സംസ്കാര ചടങ്ങുകളെല്ലാം കഴിയും. അതുകൊണ്ട് ഒരു 12:30 മണിയാകുമ്പോഴത്തേക്ക് ബോഡി എടുക്കാമെന്ന്. എന്നാൽ അതിനും മണി സമ്മതിക്കുന്നില്ല. മൂർത്തിയാകട്ടെ സൗമ്യയുടെ വിവാഹത്തിന് വേണ്ടി വെച്ച ഫ്ലെക്സിനെക്കാളും വലിയൊരു ഫ്ലെക്സ് ചെല്ലപ്പന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവയ്ക്കുന്നു. എല്ലാത്തിലും ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. മണിയെടുത്ത് പറഞ്ഞിട്ടൊന്നും നടക്കാത്തത് കാരണം ജീവയാകട്ടെ വീണ്ടും ഇളവരസുവിന്റെ അടുത്തെത്തി. കല്യാണം ഏതെങ്കിലും പന്തൽ വെച്ച് നടത്താമെന്ന് ഒന്നുകൂടി പറഞ്ഞു നോക്കിയെങ്കിലും അയാൾ പറയുന്നത് ഈ മുറ്റത്ത് വെച്ച് തന്നെ നടത്തണമെന്നും ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നുമാണ്. വേറെ നിവൃത്തിയില്ലാതെ ജീവ മണിയുടെയും ഇളവരസിന്റെയും ഭാര്യമാരെ വിളിച്ചിട്ട് സംസാരിക്കുന്നു. രണ്ടുപേരും നിങ്ങളുടെ ഭർത്താക്കന്മാരോട് സംസാരിച്ച് എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണമെന്ന്. എന്നാൽ അവര് സംസാരിച്ചിട്ടും ഈ രണ്ടുപേരും കേൾക്കുന്നില്ല. ജീവ ഒന്നുകൂടി മണിയോട് പോയി പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഈ വഴക്കിന്റെ പേരിൽ സൗമ്യയുടെ ജീവിതം എന്തിനാ തകർക്കുന്നതെന്ന്. ആ പെൺകുട്ടി കല്യാണം കഴിച്ച് സ്വസ്ഥമായിട്ട് ഈ നാട്ടിൽ നിന്ന് പോയിക്കോട്ടെ. എന്നാൽ മണി ദേഷ്യത്തോടുകൂടി പറയുന്നുണ്ട്, എനിക്കൊരു മകളുണ്ടായിരുന്നു. പൂർണിയെ പറ്റി എല്ലാവരും മറന്നുപോയോ? ഈ നാട്ടിലെ ആൾക്കാർ കാരണമാണ് എനിക്ക് എന്റെ മകളെ നഷ്ടപ്പെട്ടത്. എന്നാൽ ജീവ പറയുന്നുണ്ട്, പൂർണി ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ അവൾ ആഘോഷമാക്കി ഈ കല്യാണം നടത്തിയേനെ. അവളും സൗമ്യയും നല്ല സുഹൃത്തുക്കളായിരുന്നു. കുറെ നേരം എല്ലാവരും കൂടി നിന്ന് പറഞ്ഞതോടുകൂടി മണി പറയുന്നുണ്ട്, എന്നാ പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നടത്തിക്കൊള്ളാൻ. കേട്ടപ്പോ ജീവിക്ക് കുറച്ച് ആശ്വാസം തോന്നി. ഈ കാര്യങ്ങളൊക്കെ ഇളവരസിനോട് പോയി പറഞ്ഞെങ്കിലും അയാൾക്കങ്ങോട്ട് വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല. മണി ഇത്ര പെട്ടെന്ന് താഴ്ന്നു തരുമെന്ന് അയാൾക്കങ്ങോട്ട് വിശ്വസിക്കാൻ വയ്യ. അയാളുടെ വിശ്വാസം ശരിയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും മണി തന്റെ അടുത്ത അടവ് പുറത്തെടുത്തു. അയാളുടെ ശരീരത്തിൽ മരിച്ചുപോയ തന്റെ അച്ഛൻ കയറിയ പോലെ അയാൾ കിടന്ന് തുള്ളാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങി. അയാളുടെ ദേഹത്ത് സ്വാമി കയറിയെന്ന് പറഞ്ഞിട്ട് ചുറ്റുമുള്ളവർ തൊഴുതുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ ചെല്ലപ്പനാണെന്നും എന്റെ മരണാനന്തര ചടങ്ങ് ഞാൻ പറയുന്ന സമയത്ത് തന്നെ നടത്തണമെന്നും ആഘോഷമാക്കിയത് നടത്തിയെങ്കിലേ പറ്റൂന്നൊക്കെ പറഞ്ഞിട്ട് ചെല്ലപ്പന്റെ ആത്മാവെന്നുള്ള രീതിയിൽ മണി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. 10:30 മണിക്ക് തന്നെ എന്റെ ബോഡി എടുക്കണമെന്നും അയാൾ പറയുന്നു. ഇത് കണ്ടപ്പോ തന്നെ ഇളവരസുവിനും ബാക്കി ആൾക്കാർക്കും മനസ്സിലായി അഭിനയമാണെന്ന്. ഇപ്പോഴും ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ അറിയാതെ കന്യപ്പൻ നാളെ നടക്കാൻ പോകുന്ന തന്റെ വിവാഹത്തെപ്പറ്റി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജീവയാകിട്ട് വീണ്ടും എന്ത് ചെയ്യുമെന്നറിയാതിരിക്കുകയാണ്. കുറച്ച് ആൾക്കാരൊക്കെ ഇയാളുടെ ഇത് അഭിനയമല്ലാന്നും ഒറിജിനലായിട്ട് ചെല്ലപ്പൻ അയാളുടെ ശരീരത്തിൽ കയറിയതാണെന്നും പറയുന്നുണ്ട്. അത് കാരണം 10:30 മണിക്ക് തന്നെ ബോഡി എടുക്കണമെന്നാണ് അവര് പറയുന്നത്. ആകെ ആശയക്കുഴപ്പത്തിൽ ജീവ ഇരിക്കുന്ന സമയത്ത് ഈ ചെല്ലപ്പന്റെ ഒരു സഹോദരൻ അവിടേക്ക് വരുന്നു. അയാൾ നേരത്തെ അത്യാവശ്യം നല്ല ഗുണ്ടയൊക്കെ ആയിരുന്നു. കുറെ തവണ ജയിലിലും പോയിട്ടുണ്ട്. ഇയാളെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് തന്നെ നമ്മുടെ മൂർത്തിയാണ്. കാരണം ഇവിടെയുള്ള പ്രശ്നങ്ങൾ ജീവ അത്ര ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പാടില്ല. കൂടുതൽ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അതായിരുന്നു മൂർത്തിയുടെ ലക്ഷ്യം. അയാൾ വന്ന് ചെല്ലപ്പന്റെ ബോഡിയൊക്കെ കണ്ടിട്ട് എല്ലാവരോടും പറയുന്നുണ്ട്, ചെല്ലപ്പണ്ണന്റെ ആത്മാവ് എന്ത് പറഞ്ഞോ അത് അതുപോലെ തന്നെ നടത്തിയെങ്കിലേ പറ്റൂ. 10:30 മണിക്ക് തന്നെ ബോഡി എടുക്കണം. മൂർത്തി ഇതിന്റെ ഇടയ്ക്ക് നിന്ന് കളിക്കുന്നതെല്ലാം തന്നെ ജീവിക്ക് നന്നായിട്ട് മനസ്സിലായി. അത് കാരണം മൂർത്തിക്ക് നല്ലൊരു വാണിംഗും ജീവ കൊടുക്കുന്നു. മണിയുടെ മകനാകട്ടെ അവിടെ നിന്ന് എല്ലാവരോടും പറയുന്നുണ്ട്, ആവശ്യമില്ലാതെ നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇവിടെ കല്യാണമാണ് മര്യാദയ്ക്ക് നടക്കേണ്ടതെന്ന്. ദേഷ്യം വന്നിട്ട് മണി അവന്റെ മുഖത്തടിക്കുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ വഴക്കായി. അതിനിടയിൽ അവർ പൂർണിയുടെ കാര്യം എടുത്തിടുന്നു. ഇനിയാണ് പൂർണിക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമ്മളെ കാണിക്കുന്നത്. മണിയുടെ മകൾ പൂർണി ഒരു പയ്യനുമായിട്ട് വാട്ടർ ടാങ്കിന്റെ അടുത്ത് ഇരിക്കുന്നത് ഇളവരസ് കാണുകയും അത് ഇളവരസും മണിയോട് വന്ന് പറയുകയും ചെയ്തു. എന്നാൽ തന്റെ മകൾ അത്രക്കാരിയൊന്നും അല്ലാന്ന് പറഞ്ഞിട്ട് മണി ഇളവരസുമായിട്ട് വഴക്കുണ്ടാക്കി. ഈ സംഭവം നാട് മുഴുവൻ പരന്നു. പൂർണിക്ക് ഏതോ ഒരു പയ്യനുമായിട്ട് മറ്റൊരു തരത്തിലുള്ള ബന്ധമുണ്ടെന്നും അവൾ മോശക്കാരിയാണെന്നും വരെ ആൾക്കാർ പറഞ്ഞു തുടങ്ങി. അങ്ങനെ പറഞ്ഞ ആൾക്കാർ അവസാനം അവൾക്ക് ഗർഭമുണ്ടെന്ന് വരെ പറയാൻ തുടങ്ങിയതോടുകൂടി പൂർണി ആകെ തകർന്നുപോയി. എന്നെക്കുറിച്ച് തെറ്റായ ആൾക്കാർ പറയുന്നത് കാരണം പിന്നീട് ആ നാട്ടില് അവൾക്ക് ജീവിക്കാനേ തോന്നിയില്ല. ഒരു ദിവസം അവള് ആ വാട്ടർ ടാങ്കിന്റെ മുകളിൽ കയറി അതിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. പൂർണിയെ നഷ്ടപ്പെടാൻ കാരണം ഇളവരസു ആണെന്ന് പറഞ്ഞിട്ടാണ് മണിക്ക് ഇളവരസിനോട് ദേഷ്യം. അങ്ങനെയായിരുന്നു ഈ കുടുംബങ്ങൾ തമ്മിൽ അകന്നതും. അതിനു മുൻപ് വരെ ഒരുപാട് സ്നേഹത്തോടെ കഴിഞ്ഞുകൊണ്ടിരുന്ന കുടുംബമായിരുന്നു. വഴക്കിനിടയിൽ പൂർണിയുടെ കാര്യം എടുത്തിട്ടത് സൗമ്യയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ആൾക്കാർ ആ കാര്യങ്ങളൊക്കെ മറന്നു തുടങ്ങിയതാ. വീണ്ടും അവളെപ്പറ്റി എന്തിനാ സംസാരിക്കുന്നത്? വീണ്ടും ആൾക്കാർ അവളെപ്പറ്റി മോശമായിട്ട് പറയും. അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ലെന്ന് സൗമ്യ പറയുന്നു. എന്താണെങ്കിലും ഇളവരസവും മണിയും
മണിയും അവരുടെ വാശി പിൻവലിക്കാൻ തയ്യാറല്ല. ഇളവരസ് കല്യാണം 10:30 തന്നെ നടത്തുമെന്നും മണി മരണാനന്തര ചടങ്ങ് 10:30 തന്നെ നടത്തുമെന്നും പറഞ്ഞിരിക്കുകയാണ്. ഒടുവിൽ ജീവ അവരോട് പറയുന്നുണ്ട്, 2 ചടങ്ങുകളും ഒരേ സമയത്ത് തന്നെ നടക്കട്ടെ, ആരും വിട്ടുകൊടുക്കണ്ട. വീടിന്റെ നടുക്കൂടെ അവരൊരു തുണി വലിച്ചു കെട്ടി. അപ്പുറവും ഇപ്പുറം പരസ്പരം ആൾക്കാർ തമ്മിൽ കാണണ്ട എന്ന് ജീവ പറയുന്നു. പ്രശ്നങ്ങളെല്ലാം കാരണം സൗമ്യയ്ക്ക് ഒട്ടും മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല. അവൾ ആകെ ഭ്രാന്ത് പിടിച്ച പോലെ ഇരിക്കുമ്പോഴാണ് അവളെ കന്നി വീണ്ടും ഫോൺ ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് അവളെ ഇങ്ങനെ ഫോൺ ചെയ്യുന്നത് കാരണം അവൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. കാരണം ഓൾറെഡി ഇവിടുത്തെ അവസ്ഥ മോശമാണ്. ഇപ്പൊ ഇവിടെ സംസാരിക്കാൻ പറ്റിയ അവസ്ഥയിലാന്ന് പറഞ്ഞ് അവൾ ദേഷിച്ച് ഫോൺ കട്ട് ചെയ്തു. അതോടെ കനിയും ആകെ ടെൻഷനിലായി. ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് കരുതിയിട്ട് ഫോൺ കട്ട് ചെയ്ത് അവൾ തിരിഞ്ഞപ്പോഴാകട്ടെ അവളെ വൺ സൈഡ് ആയിട്ട് പ്രണയിക്കുന്ന ആ പയ്യൻ അവിടേക്ക് വന്നിട്ട് വീണ്ടും അവളോട് പറയുന്നുണ്ട്, ഈ കല്യാണം മര്യാദയ്ക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല, നീ എന്റെ കൂടെ വാ, നമുക്ക് ഒളിച്ചോടാമെന്ന്. ഓൾറെഡി ദേഷ്യം വന്ന് നിൽക്കുന്ന അവളുടെ അടുത്ത് അവൻ ഇങ്ങനെ വന്ന് പറഞ്ഞതോടുകൂടി അവിടെ ഇരുന്നൊരു കത്തി എടുത്തിട്ട് നിന്നെ ഞാനിന്ന് കൊല്ലൂന്ന് പറഞ്ഞിട്ട് അവനെ അവൾ ഓടിക്കുന്നു. അവൻ അവിടെ നിന്നും ദൂരെയുള്ള പറമ്പിലേക്ക് ഓടിപ്പോയി. അവള് പിറകെ കത്തിയുമായിട്ട് ഓടുന്നു. അതേസമയം ആ വാട്ടർ ടാങ്കിന്റെ സെക്യൂരിറ്റി ആകട്ടെ മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ നോക്കുമ്പോൾ കാണുന്നത് ഒരു പയ്യന്റെ കൂടെ സൗമ്യ ഓടിപ്പോകുന്നതാണ്. അവളുടെ കയ്യിലിരിക്കുന്ന കത്തിയും ആ സാഹചര്യം ഒന്നും തന്നെ അയാൾ ശ്രദ്ധിച്ചില്ല. അയാൾ വിചാരിക്കുന്നത് കല്യാണത്തലേന്ന് സൗമ്യ ഒളിച്ചോടുകയാണെന്നാണ്. കുറച്ചു കഴിഞ്ഞിട്ടും സൗമ്യ വീട്ടിൽ തിരിച്ചെത്തിയില്ല. സൗമ്യയുടെ വീട്ടുകാരെല്ലാം സൗമ്യയെ കാണാതെ അവിടെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. സംഭവം ജീവ അറിഞ്ഞതോടുകൂടി അവനും ആകെ ടെൻഷനായിട്ട് അവളെ അന്വേഷിച്ച് നടക്കുന്നു. ആ സമയം സെക്യൂരിറ്റി പറയുന്നുണ്ട്, സൗമ്യ ഒരു പയ്യന്റെ കൂടെ ഒളിച്ചോടി പോകുന്നത് താൻ കണ്ടുവെന്ന്. നിമിഷ നേരം കൊണ്ട് അത് എല്ലാവരുടെ ഇടയിലെത്തി. കല്യാണം നടക്കില്ല എന്ന് കണ്ടപ്പോ പെൺകുട്ടി വേറെ ആരുടെ കൂടെ ഒളിച്ചോടിപ്പോയെന്നായിരുന്നു ആൾക്കാർ പറയാൻ തുടങ്ങിയത്. ഇത് കേട്ടിട്ട് ഇളവരസ് പറയുന്നുണ്ട്, എന്റെ മകൾ അങ്ങനെയൊന്നും ചെയ്യില്ല, ആവശ്യമില്ലാത്ത ആൾക്കാർ പറയുകയാണെന്ന്. മൂർത്തി കരുതുന്നുണ്ട്, ഇനി ചിലപ്പോ സൗമ്യ അവൾ കെട്ടാൻ പോകുന്ന പയ്യനെ കാണാൻ വേണ്ടി വല്ലതും പോയിട്ടുണ്ടാകും. അത് കാരണം അവര് താമസിക്കുന്ന ലോഡ്ജിലെത്തി മൂർത്തി ആ പയ്യനോട് ചോദിക്കുന്നുണ്ട്, സൗമ്യ അങ്ങനെ ഇവിടേക്ക് വന്നിട്ടുണ്ടോ എന്ന്. വീട്ടിൽ നിന്ന് അവൾ എങ്ങോട്ടോ ഇറങ്ങിപ്പോയിന്ന്. അതോടെ കന്നിയും ആകെ ടെൻഷനായിട്ട് സൗമ്യയുടെ വീട്ടിലേക്ക് വരുന്നു. സൗമ്യ ഒളിച്ചോടിപ്പോയെന്ന് എല്ലാവരും പറയുന്നത് കാരണം പിറ്റേന്ന് കല്യാണത്തിന് റെഡിയാക്കേണ്ട ഫുഡൊന്നും തന്നെ റെഡിയാക്കാതെ ഇരിക്കുകയായിരുന്നു പാചകക്കാരൻ. ഇനിയിപ്പോ കല്യാണമൊന്നും നടക്കില്ലല്ലോ, വെറുതെ എന്തിനാ ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നതെന്ന് അയാൾ ചോദിക്കുന്നു. എന്നാൽ ദേഷ്യം വന്നിട്ട് ഇളവരസ് അയാളെ ഓടിക്കുകയാണ്. ഈ കല്യാണം എന്തായാലും നടക്കും, എന്റെ മകൾ എങ്ങോട്ടും പോയിട്ടില്ലെന്ന്. അതും പറഞ്ഞവര് വഴക്കുണ്ടാക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് കന്നിയും കൂട്ടരും അവിടേക്ക് വരുന്നത്. സൗമ്യ ഒളിച്ചോടിപ്പോയിന്ന് അവർ പറയുന്നത് കേട്ടിട്ട് കന്നി ആകെ ഞെട്ടിത്തിരിച്ചിരിക്കുകയായിരുന്നു. എല്ലാവരും സൗമ്യ അന്വേഷിച്ച് നടക്കുകയാണ്. ഒരു സൈഡിലൂടെ കന്നിയും സൗമ്യ അന്വേഷിക്കാൻ പോയി. ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ടും അതൊന്നും മൈൻഡ് ചെയ്യാതെ മണിയാകട്ടെ അച്ഛന്റെ ജഡത്തിന്റെ അടുത്ത് തന്നെ ഇരിക്കുകയാണ്. മണിയെ സംബന്ധിച്ച് അയാൾ ഉദ്ദേശിച്ചത് ഏകദേശം നടന്നു. 10:30 മണിക്ക് അവളുടെ കല്യാണം നടന്നില്ലേലും ഇല്ലേലും 10:30 മണിക്ക് തന്നെ ഇയാളുടെ അച്ഛന്റെ ജഡം എടുക്കാം. കന്നിയും കൂട്ടരും സൗമ്യ അന്വേഷിച്ച് നടക്കുകയായിരുന്നല്ലോ. അവരുടെ കയ്യിൽ ഒരു നായ്ക്കുട്ടി ഉണ്ടായിരുന്നു. ആ നായ്ക്കുട്ടി എവിടേക്കോ ഓടിപ്പോയിന്ന് കുരയ്ക്കുന്നത് കേട്ട് അവർ അവിടേക്ക് പോകുന്നു. അതേസമയം ജീവ നോക്കുമ്പോൾ കാണുന്നത് ആരോ ഒരാൾ മരത്തിൽ ഒളിച്ചിരിക്കുന്നതാണ്. അത് മറ്റ് സൗമ്യയുടെ വൺ സൈഡ് ലവർ ആയിരുന്നു. നീ എന്തിനാ എവിടെ കയറിയിരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അവനെ പിടിച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് അവൻ കാര്യങ്ങളെല്ലാം പറയുന്നത്. സൗമ്യ അവനെ അടിക്കാൻ വേണ്ടിയിട്ട് പിറകെ ഓടിയതാണ്. പക്ഷെ ഓടി ഓടി വരുന്ന വഴിക്ക് വേസ്റ്റുകൾ ഇടുന്നൊരു കുഴിയിൽ അവള് വീണു. വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നുമില്ല. അവളുടെ ബോധം പോയിരിക്കുകയാണ്. നേരത്തെ എന്താണ് ഇത് പറയാഞ്ഞെന്ന് ചോദിച്ചുകൊണ്ട് അവനെ വഴക്കം പറഞ്ഞിട്ട് ജീവ ആ കുഴിയുടെ അടുത്തേക്ക് വരുന്നു. അപ്പോഴേക്കും കന്യാകട്ടെ ആ കുഴി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ആ നായ ആ കുഴിയുടെ മുകളിൽ നിന്നായിരുന്നു കുറിച്ചുകൊണ്ടിരുന്നത്. സൗമ്യ ബോധമില്ലാതെ കിടക്കുന്ന കണ്ടിട്ട് കന്യ അവളെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നു. അവൾ എഴുന്നേൽക്കാത്ത കാരണം അവനും കൂടെ കുഴിയിലേക്ക് ചാടി അവളോട് സംസാരിക്കുന്നു. നീ എങ്ങനെ ഇവിടെ വന്നുവെന്ന് ചോദിച്ചിട്ട്. തന്നെ കാണാതായപ്പോ തന്നെ രക്ഷിക്കാൻ അവൻ ഓടി വന്നത് കണ്ടിട്ട് സൗമ്യക്ക് ശരിക്കും സന്തോഷം തോന്നി. സൗമ്യയെ കന്നി ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ജീവ വന്നപ്പോ കാണുന്നത് ഇവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ചിരിക്കുന്നതാണ്. വേസ്റ്റ് കുഴിയിൽ റൊമാൻസ് കാണിക്കാതെ രണ്ടും കൂടെ കയറി വരാൻ പറഞ്ഞിട്ട് ഇവർ ഒരു ഏണി അവർക്ക് വെച്ചു കൊടുക്കുന്നു. അപ്പോഴേക്കും നേരം പുലർന്നിട്ടുണ്ടായിരുന്നു. മണിയുടെ വീട്ടിലെ ചടങ്ങുകൾ ആരംഭിക്കാൻ തുടങ്ങി. ഇവിടെ ജീവയും കൂട്ടരും സൗമ്യയെ കണ്ടെത്തിയ വിവരം അവിടെ വീട്ടിലുള്ളവർ അറിഞ്ഞിട്ടില്ല. ഇളവരസ് വിചാരിച്ചിരിക്കുന്നത് തന്റെ മകളുടെ കല്യാണം മുടക്കാൻ മണി എന്തോ ചെയ്തതാണെന്നും മകളെ മണി അപായപ്പെടുത്തിയതാണെന്നുമാണ്. അത് കാരണം കയ്യിലുണ്ടായിരുന്ന തോക്ക് കൊടുത്തുകൊണ്ട് മണിയുടെ വീട്ടിലേക്ക് കയറി ചെന്ന് അയാളെ ഭീഷണിപ്പെടുത്തി ചോദിക്കുന്നുണ്ട് തന്റെ മകൾ എവിടെയെന്ന്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പിടിവലിയും ബഹളമായിരുന്നു നടക്കുന്നത്. അതിനിടയ്ക്ക് ഒരു വെടിയുണ്ട വീടിന്റെ മുകളിലും കൊണ്ടു. ഈ സൗണ്ട് കേട്ടാണ് ജീവയും കൂട്ടരും അവിടേക്ക് ഓടി വരുന്നത്. സൗമ്യ എങ്ങോട്ടും പോയില്ല, അവളെ ഞങ്ങൾ കണ്ടെത്തിയെന്ന് ജീവയും കൂട്ടരും പറഞ്ഞെങ്കിലും ഇവർ തമ്മിലുള്ള വഴക്കവിടെ നടക്കുകയാണ്. ആൾക്കാർ അവരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. അതിനിടയിൽ വീണ്ടും ഇളവരസുവിന്റെ കയ്യിലിരുന്ന് ആ തോക്ക് ഒന്നുകൂടി പൊട്ടി. ആ വെടിയുണ്ട പോയി അവിടെ ഭിത്തിയിൽ തൂക്കിയിരുന്ന വാളിൽ കൊണ്ട ശേഷം തിരിച്ചു നേരെ വന്ന് ചെല്ലപ്പന്റെ ഡെഡ് ബോഡിയിലാണ് കൊള്ളുന്നത്. മരിച്ചുപോയ തന്റെ അച്ഛനെ വീണ്ടും നീ വെടിവെച്ചു എന്ന് പറഞ്ഞിട്ട് പണി വീണ്ടും ഇളവരസുവിന്റെ അടുത്ത് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ഇതെല്ലാം കണ്ടുകൊണ്ട് ദേഷ്യത്തിൽ അവിടേക്ക് വന്ന ചെല്ലപ്പന്റെ സഹോദരനും കൂട്ടരും ആകട്ടെ ഒരുത്തിനെ ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ കരുതിയിരുന്ന ചെറിയ ബോംബുകൾ പുറത്തെടുക്കാൻ തുടങ്ങി. എന്റെ ചേട്ടന്റെ സംസ്കാര ചടങ്ങ് മാത്രമേ ഇവിടെ നടക്കൂ, ആരുടെയും കല്യാണം ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് കല്യാണ പന്തലിന് നേരെ അവർ ആ ബോംബെടുത്തെറിയുന്നു. കല്യാണ പന്തൽ മുഴുവൻ തകർന്നു. ജീവ അവരെല്ലാം അടിച്ചു ഓടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ രണ്ട് വീടുകളിലും വന്ന ആൾക്കാർ തമ്മിൽ ആകെ വഴക്കും ബഹളമായി. കുറെ ആൾക്കാർ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. വീണ്ടും ചെല്ലപ്പന്റെ ആൾക്കാർ ആ ബോംബെടുത്തെറിയാൻ തുടങ്ങിയതും ഇളവരസുവിന്റെ കൂട്ടത്തിലെ ആൾക്കാർ അവരെ ഓടിച്ചിട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു. ബോംബുമായിട്ട് അവരാകട്ടെ നേരെ കയറി പോകുന്നത് ആ വാട്ടർ ടാങ്കിന്റെ മുകളിലേക്കാണ്. ഇളവരസുവിന്റെ ആൾക്കാർ അവരുടെ പിറകെയും. മുകളിൽ വെച്ച് നടന്ന പിടിവലിയില് അവരുടെ കയ്യിലുണ്ടായിരുന്ന സഞ്ചിയും ബോംബും എല്ലാം താഴേക്ക് വീഴുന്നു. ജീവ ആ സമയം അവരെ പിടിക്കാൻ അവിടേക്ക് ഓടി വരികയായിരുന്നു. അവനും നോക്കി നിൽക്കുകയാണ് ആ ബോംബ് താഴേക്ക് വീഴുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നത്. എന്റെ ആഘാതത്തിൽ
ആഘാതത്തില് ജീവ ദൂരേക്ക് തെറിച്ചു വീഴുന്നു. വാട്ടർ ടാങ്കിന്റെ താഴെയാണല്ലോ ഇത് വീണ് പൊട്ടിയത്. അതോടെ വാട്ടർ ടാങ്കിന് ക്ഷതമുണ്ടാവുകയും ഭിത്തികൾ പൊളിഞ്ഞ് മുകളിലുണ്ടായിരുന്ന ടാങ്ക് താഴേക്ക് പതിക്കുകയും ചെയ്യുന്നു. അതിലുണ്ടായിരുന്ന വെള്ളം മുഴുവൻ 2 വീടുകളിലേക്കും ഇരച്ചു കയറി. കല്യാണ വീട് മുഴുവൻ ചെളികൊണ്ട് നിറഞ്ഞു. അതുപോലെ തന്നെ മണിയുടെ വീടും. മണിയുടെ അച്ഛന്റെ ശവം ഉൾപ്പെടെ എല്ലാവരും വെള്ളത്തിന്റെ കൂടെ ഒഴുകി പുറത്തേക്ക് വന്നു. ഒരു നിമിഷം എന്താ സംഭവിച്ചെന്ന് ആർക്കും മനസ്സിലായില്ല. കുറച്ച് കഴിഞ്ഞിട്ടാണ് എല്ലാവർക്കും ബോധമൊക്കെ തിരിച്ചു വന്നത്. കല്യാണവും മര്യാദയ്ക്ക് നടന്നില്ല, മരണാനന്തര ചടങ്ങും മര്യാദയ്ക്ക് നടന്നില്ല. 2 പേരുടെയും വാശി കാരണം ആ 2 ഫംഗ്ഷനുകളും പൊളിഞ്ഞു. ഇതൊക്കെ കണ്ടിട്ട് ജീവ നിന്ന് ചിരിക്കുന്നുണ്ട്. നല്ല ആഘോഷമാക്കി നടത്താനിരുന്ന ചെല്ലപ്പന്റെ സംസ്കാര ചടങ്ങിൽ ഇരിക്കേണ്ട ആ ഡെഡ് ബോഡി ദേ ഇപ്പൊ ചെളിയിൽ കിടക്കുന്നു. അച്ഛാന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ബോഡിയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയതും ജീവ അയാളെ തടയുന്നുണ്ട്. നിങ്ങൾ ഇനി അനങ്ങി പോകരുതെന്ന് പറഞ്ഞിട്ട്. കല്യാണ വീട്ടിൽ ആവശ്യത്തിന് വെച്ചിരുന്ന ജാറിലെ വെള്ളമെല്ലാം എടുത്തുകൊണ്ടുവന്ന് ജീവയാണ് ആ ഡെഡ് ബോഡിയുടെ മുകളിലുണ്ടായിരുന്ന ചെളിയെല്ലാം കഴുകി കളഞ്ഞത്. ഇനി ഈ വീടിന്റെ നടുക്ക് ഒരു ബോർഡറിന്റെ ആവശ്യമില്ലാന്ന് ജീവ പറയുന്നു. ആൾക്കാർ പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് എന്തായാലും പോലീസ് വരും. അതുകൊണ്ട് അതുവരെ എല്ലാവരും മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിൽക്കുന്നതാ നല്ലത്. ഇനി ഇവിടെ ആരെങ്കിലും പുതിയ ടാങ്ക് വേണം, കുടിക്കാൻ വെള്ളം വേണം എന്നൊക്കെ പറഞ്ഞ് എന്റെ അടുത്ത് വന്നേക്കരുതെന്നും ജീവ പറയുന്നു. കാരണം അവൻ മര്യാദയ്ക്ക് ഈ ഫംഗ്ഷൻ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നടത്താൻ ശ്രമിച്ചതാണ്. അപ്പൊ ആൾക്കാരാണ് പ്രശ്നം ഉണ്ടാക്കിയത്. അവസാനം അത് ഇങ്ങനെയുമായി. സൗമ്യയുടെ കല്യാണവും മുടങ്ങി നിൽക്കുകയാണ്. സൗമ്യയോടും കന്യയോടും ജീവ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വലിയ ആഘോഷമായിട്ട് കല്യാണമൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നീ ഇവിടെ നിന്നും ഇവളെയും വിളിച്ചുകൊണ്ട് പോകുന്നതാ നല്ലത്. കന്യയെ സംബന്ധിച്ചും ആഘോഷമായിട്ട് കല്യാണമൊന്നും വേണമെന്ന് ആഗ്രഹമില്ല. തനിക്ക് സൗമ്യ മാത്രം മതി. ഞാൻ ഇവളെ കൊണ്ടുപോവുക. പോകുന്ന വഴിക്ക് ഏതെങ്കിലും അമ്പലത്തിൽ വെച്ചിട്ട് ഇവളുടെ കഴുത്തിൽ താലി കെട്ടിക്കൊള്ളാം. നീ ഈ നശിച്ച നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് തന്നെയാ നല്ലതെന്ന് സൗമ്യയോട് ജീവയും പറയുന്നു. കാരണം ഇവിടെയുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെയാ. നിനക്ക് ഇങ്ങനൊരു നാടുണ്ടെന്നും ഇങ്ങനൊരു നാട്ടുകാരുണ്ടെന്നും മറന്നേക്കുന്നതാ നല്ലത്. സൗമ്യയും കന്യയുടെ കൂടെ പോകാൻ തീരുമാനിച്ചു. പോകുന്നതിന് മുമ്പ് അവൾ ഇളവരസനോട് പറയുന്നുണ്ട്, ഇനിയെങ്കിലും നിങ്ങൾ പൂർണിയെ പറ്റി മോശമായിട്ട് സംസാരിക്കരുതെന്ന്. അവൾ ഓൾറെഡി മരിച്ചില്ലേ, എന്നിട്ട് പോലും നിങ്ങൾ അവളെ കുറിച്ച് പറയുന്നത് നിർത്തിയിട്ടില്ലല്ലോ. അങ്ങനെ സൗമ്യം വിളിച്ചുകൊണ്ട് കന്യ അവിടെ നിന്നും പോയി. ഈ 2 വീടിന്റെ നടുക്കായിട്ട് ആ വാട്ടർ ടാങ്ക് കിടപ്പുണ്ട്. 10:30 മണിക്ക് മരണാന്തര ചടങ്ങും കല്യാണവും നടത്താനിരുന്ന ഈ 2 വീട്ടുകാരുടെ മത്സരത്തിന്റെ അവസാനം ഇങ്ങനെയൊക്കെയായി തീർന്നു. പോലീസുകാർ വന്ന് ഇളവരസുവിനെയും മണിയെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. ചെല്ലപ്പന്റെ ഡെഡ് ബോഡിയും അവർ കൊണ്ടുപോയി. ഇതുവരെ നിങ്ങൾ ചെയ്ത എല്ലാ കാര്യത്തിനും നന്ദിയും പറഞ്ഞുകൊണ്ട് ജീവ ആ നാട്ടുകാരുടെ അടുത്തു നിന്നും തന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. പോകുന്ന വഴിക്ക് തുടക്കത്തിൽ കാണിച്ച ആ മാനസിക പ്രശ്നങ്ങളുള്ള പയ്യനെ കാണിക്കുന്നു. അവൻ ഭ്രാന്താശുപത്രിയിൽ നിന്നും ചാടി വന്നതാണ്. അവൻ വന്ന് ജീവയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നോർമൽ അല്ലേ, എനിക്ക് ശരിക്കും ഭ്രാന്തൊന്നും ഇല്ലല്ലോ എന്ന്. തിരിച്ചുകൊണ്ട് ജീവ പറയുന്നുണ്ട്, ഈ നാട്ടിലുള്ള ആൾക്കാരെ എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ നീയാണ് നോർമലായിട്ടുള്ളതെന്ന്. അത് കേട്ട് സന്തോഷത്തോടുകൂടിയ പയ്യൻ അവിടെ നിന്നും പോയി. ദേഹം മുഴുവൻ ചെളിപുരണ്ടായിരുന്നു ജീവ വീട്ടിലേക്ക് എത്തിയത്. അവന്റെ അമ്മ അവനെ കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. അന്ന് അവന്റെ കല്യാണം ഉറപ്പിക്കൽ ചടങ്ങ് നടക്കാനിരിക്കുകയായിരുന്നു. പെണ്ണിന്റെ വീട്ടുകാരെല്ലാം വന്നിട്ടുണ്ട്. അവനെ ഇങ്ങനെ കണ്ടതും എല്ലാവരും അവനെ തന്നെ തുറച്ചു നോക്കി നിൽക്കുകയായിരുന്നു. താനൊന്ന് പോയി കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് കയറി. താൻ കെട്ടാൻ പോകുന്ന പെണ്ണിനോട് അവൻ സംസാരിക്കുന്നു. കല്യാണം വീട്ടിൽ വെച്ച് നടത്താനായിരുന്നു അവരുടെ തീരുമാനം. അവൻ ആകെ ടെൻഷനോട് കൂടി ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത വീട്ടില് ആരെങ്കിലും മരിക്കാറായി കിടപ്പുണ്ടോ എന്ന്. അങ്ങനെയൊന്നുമില്ലാന്ന് ആ പെണ്ണ് പറഞ്ഞതും അവന് സമാധാനമായി. അവൻ നേരെ കുളിക്കാൻ വേണ്ടിയിട്ട് ടാപ്പ് തുറന്നെങ്കിലും പക്ഷെ അതിൽ നിന്നും വെള്ളം വരുന്നുണ്ടായിരുന്നില്ല. ആ സമയമാണ് അവൻ ഓർക്കുന്നത്, ആ വാട്ടർ ടാങ്ക് വീണ് കിടക്കുകയാണല്ലോ, അതുകൊണ്ടാണ് വെള്ളം വരാത്തതെന്ന്. അതും ആലോചിച്ച് ചിരിച്ചുകൊണ്ട് അവൻ ഇരിക്കുന്നിടത്താണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.